ഫഖൂലാലഹു ഖൗലൻ ലയ്യിന. ഏറ്റവും വലിയ ധിക്കാരിയായ ആ ഫിർഔനിനോട് പോലും നിങ്ങൾ സോഫ്റ്റായിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോ നമ്മുടെ സംസാരത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ആ സോഫ്റ്റ്നെസ് മുറുകെ പിടിക്കണം. മഹാനായ യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതുമ്പോ കരയല്ലോ. എന്താ കരയുന്നത്? അനൽ ഇലാഹ്, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ ഒരാളോട് അള്ളാന്റെ സമീപനം ഈ രൂപത്തിലാണെങ്കിൽ അൻതൽ ഇലാഹ്, നീയാണ് ഇലാഹ് എന്ന് പറയുന്ന നമ്മളോട് എത്ര സ്നേഹം അള്ളാഹ്ക്കുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെടുന്നത്. ഏതായാലും ഖുർആൻ പഠിപ്പിക്കുന്ന സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് പ്രസ്ഥാന വിരോധികളാണെങ്കിലും സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം എന്ന്. ഇവിടെ മാത്രമല്ല, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ, ഒരു ഡയലോഗിന് പോകുമ്പോ, അതുപോലെ മീഡിയയുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുമ്പോ, ഒരു മസ്ലഹത്ത് ചർച്ചക്ക് പോകുമ്പോ, അവിടെ ഒക്കെ വേണ്ട ഈ എറ്റിക്കറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന്റെ ആദാബുകൾ, അത് ശരിക്ക് ഖുർആൻ പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട്. അമുസ്ലിമീങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം തന്നെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വകുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ. നബിയെ, എന്റെ അടിമകളോട് നിങ്ങൾ പറയണം കാഫിരീങ്ങളോട് നല്ല നിലക്ക് സംസാരിക്കണം എന്ന്. ഇന്ന ശൈത്താന യൻസഉ ബൈനഹും, ശൈത്താൻ അവർക്കിടയിൽ സംഘർഷമുണ്ടാക്കാൻ നോക്കും. നമ്മുടെ രണ്ട് വിഭാഗത്തിന്റെ ഇടയിൽ സംഘർഷമുണ്ടാക്കാനാണ് ശൈത്താൻ നോക്കുന്നത്. അതുകൊണ്ട് ഇതര വിഭാഗത്തോട് മാന്യമായിട്ട് സംസാരിക്കണം. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കാനും സംഘർഷമുണ്ടാക്കുന്ന വ്യക്തമായ ശത്രുവാണ് ഇബ്ലീസ് എന്ന് അള്ളാഹു ഒരു സ്ഥലത്ത് പറയുന്നു. അത് മുശ്രിക്കീങ്ങളോട്, കാഫിരീങ്ങളോട് ചെയ്യേണ്ട സമീപനം. ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും നിങ്ങൾ ഒരു ഡയലോഗിൽ ഏർപ്പെടുമ്പോൾ എന്തു ചെയ്യണം? അതും പറഞ്ഞു, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി അഹ്സൻ. നിങ്ങൾ ജൂതന്മാരോട്, ക്രിസ്ത്യാനികളോട്, അവരാണ് അഹ്ലി കിതാബുകൾ, അവരോട് നിങ്ങൾ ഒരു ഡിബേറ്റിൽ ഏർപ്പെടുമ്പോൾ മാന്യമായിട്ട് അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു.